ഹായ്, തൊപ്പിയിലൂടെ ഫേമസ് ആയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് 2-3 പ്രാവശ്യം എടുത്തു വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ആ പെൺകുട്ടി അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, ചട്ടന പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്നോ, അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അതുപോലെ ഒരു ടേമാണ്. ആ തൊപ്പി എന്ന് പറയുന്ന പയ്യനെ ഒട്ടി നിൽക്കുക. അത് ആദ്യകാലങ്ങളിൽ തൊപ്പിയുമായിട്ടുള്ള അവളുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇവൾ സത്യത്തിൽ അവനോട് സീരിയസ് ആയിട്ടുള്ളൊരു അഫെയർ വെക്കുന്ന സ്ത്രീയെയല്ല. എന്തോ സംതിങ് റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ സംസാര വിഷയങ്ങളിൽ, അതായത് ചർച്ചാ വിഷയങ്ങളിൽ പിന്നീട് ഈ ഗൾഫിലേക്ക് പോകുന്ന ഒരു ഇഷ്യൂ വന്നല്ലോ. അപ്പോഴാണ് ശരിക്കും ഇവളുടെ റിയാലിറ്റി എനിക്ക് മനസ്സിലായത്. തൊപ്പിയെ ഒട്ടി നിന്നാൽ മാത്രമേ ഫേമസ് ആകാൻ പറ്റുള്ളൂ. അത്യാവശ്യം ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, തീരെ അങ്ങ് ലോ ലെവലല്ല. പക്ഷേ അവനെ ഒട്ടി നിന്നാൽ അവന് അത്രത്തോളം ഫാൻസ് ഉണ്ട്, അത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫോളോവേഴ്സ് എല്ലാം തന്നെ അവനെ പ്രേമിക്കുന്ന പെണ്ണ് എന്ന് പറയുമ്പോൾ അത്രയും പേരും കൂടെ അവൾക്ക് ആഡ് ഓൺ ആയി കിട്ടും. എന്നിട്ട് അവരെ വെച്ച് റീച്ച് ആവുക, അതിൽ കൂടെ പണം സമ്പാദിക്കുക, ഫെയിം ഉണ്ടാക്കുക. അതായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഉദ്ദേശ ലക്ഷ്യം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തെന്നറിയാമോ? ഒരു വ്യക്തി വീട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ വീട്ടുകാരാണ് അവനായിട്ട് മാറുന്നതല്ല, വീട്ടുകാരാണ് അവനെ അങ്ങനെ അവോയ്ഡ് ചെയ്യണത്. അവൻ്റെ ഈ ഗെയിം എന്ന ഒരു ഭ്രാന്ത് കൊണ്ട് അവനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് വീട്ടുകാരാണ്. അങ്ങനെ മാറി നിൽക്കുന്ന ഒരു വ്യക്തി അവനുമായിട്ടൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക. ആ ഇഷ്ടം ആ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ ആ പയ്യൻ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലിൽ അവനൊരു രക്ഷയുണ്ടാകുമായിരുന്നു. അവൻ ആദ്യമെല്ലാം ഭയങ്കര വൾഗറായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവൻ മാറി അവൻ നല്ലൊരു മനുഷ്യനാകുമ്പോൾ നല്ലൊരു വ്യക്തിയാകുമായിരുന്നു. അങ്ങനെ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം ഏറെ ഉണ്ടാവുമോ? അത്രത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മൂലം ഒരു വ്യക്തി നന്മയിലേക്ക് എത്തി എന്നുള്ളത്. ഈ പെണ്ണ് മുഴുക്ക ചെറുക്കനെ പറ്റിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വെക്കാം, ഒന്ന് കേട്ട് നോക്കാം. ഇതിനകത്ത് അവൾ പറയുന്നത്, അവൾ നിക്കാഹ് കഴിച്ച പയ്യനിക്ക് സ്വന്തം പെങ്ങളുമായിട്ടുണ്ടായിരുന്ന അഫെയറിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിലിങ്ങുമാണ്. ഞാൻ കുറച്ച് ഭാഗമേ ഇവിടെ വിഷമമല്ലേ, എനിക്ക് സാധാരണ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വേദന തോന്നും. അയ്യോ പാവം കുട്ടി, അതിനിങ്ങനെ പറ്റിച്ചല്ലോ, ചതിച്ചല്ലോ, വഞ്ചകൻ എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് അനിവാര്യമായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഈ സ്ത്രീ അത് അർഹിക്കുന്നു കേട്ടോ. എന്തൊക്കെയായിരുന്നു പുകിലുകൾ ആ പയ്യനെ വെച്ചിട്ട്. ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തു. എല്ലാ ഇൻ്റർവ്യൂവിലും അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ വിവാഹം കഴിക്കില്ലേ എന്ന്. അപ്പോഴത്തന്നെ ഇവളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ അറിയാം ഇത് കാര്യമായിട്ട് അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേർന്ന് നിൽക്കുന്നതാണെന്ന്. ഒരു വ്യക്തിയെ വളരെ വിശ്വസിക്കുന്ന രീതിയിൽ അവനോട് പ്രവർത്തിച്ച് അവൻ്റെ കൂടെ ഒട്ടിയിരുന്ന് അവൻ്റെ എല്ലാ ഫെസിലിറ്റീസ്, അവനെ കൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടിയ ശേഷം കറിവേപ്പില പോലെ അവനെ വലിച്ചെറിഞ്ഞപ്പോൾ അവൻ കരഞ്ഞാരോടും കഥ പറഞ്ഞില്ല. അവൻ ഇതുപോലൊരു അവസ്ഥയും വന്ന് പറഞ്ഞില്ല, നിന്നെ നാറ്റിയില്ല, നാണം കെടുത്തില്ല. ഞാൻ അതിലാണ് ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ശരിക്കും അവൻ്റെ ക്രെഡിബിലിറ്റി എനിക്ക് അവിടെയാണ് മനസ്സിലായത്. സാധാരണ ഈ പ്രായത്തിലുള്ള ഒരു പയ്യനാണെങ്കിൽ ഒരു പെൺകുട്ടി വേണ്ടെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. കൊല്ലുക, ആസിഡ് എറിയുക, മോശം പറയുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ബ്രേക്കപ്പ് ആകുമ്പോൾ തന്നെ അവൾ പിഴയാണെന്നെങ്കിലും പറയുക. ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചെറുക്കൻ എത്ര സമാധാനപൂർവ്വമായിട്ടാണ് അതിനെ അവൻ ഹാൻഡിൽ ചെയ്തത്. അവനത് ഇറ്റ്സ് ഓക്കെ വേണ്ട എന്ന് ആ ഒരു ഫോമായിരുന്നു. അത്രത്തോളം സാധുവായ ഒരു പയ്യനെ പറ്റിച്ച നിനക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം വരണം. പിന്നെ ആ പയ്യൻ്റെ കേസ് പറയണത് അത്രയേ ഉള്ളൂ. അവന് പെണ്ണാണ്, അതവന് ഉമ്മ ആണെന്നോ സഹോദരിയാണെന്നോ ഒന്നുമില്ല. അത് നീ മനസ്സിലാക്കിയില്ല. കാരണം ഇത്രയും ഫെയിമായി നിൽക്കുന്ന നീ, അതായത് തൊപ്പി എന്ന വ്യക്തിയുടെ ലവർ എന്ന രീതിയിൽ ഫെയിമായി നിൽക്കുന്ന നിനക്ക് ഒരു ജീവിതം തരാനെന്ന വ്യാജേന മുൻപോട്ട് വന്ന് ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിന്റെ കൂട്ടുകാരിയെ ഉൾപ്പെടെ അവഹേളിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടും നീ അവനെ വീട്ടിനകത്തേക്ക് കയറ്റി. മാത്രമല്ല ജീവിതത്തിലൊരു സ്പേസ് കൊടുത്തപ്പോൾ നീ വിചാരിച്ചെന്താണ്, ഇപ്പം തൂക്കി തലയെ വെക്കുമെന്നോ? ഇത്തരക്കാർക്കൊക്കെ ഒരൊറ്റ ചിന്തയുള്ളൂ, പെണ്ണിൻ്റെ ശരീരം. അത് ആവശ്യത്തിന് അവൻ ഉപയോഗിച്ചു കഴിഞ്ഞു, നീ താല്പര്യമില്ല. നീ വിചാരിക്കണ നീയാണ് അവനെ ഉപേക്ഷിക്കുന്നത്, അല്ല, അവൻ തന്നെയാണ് നിന്നെ കളഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ഈ പെണ്ണിനെ കൊണ്ട് അത് പറയിച്ചതും അവനായിരിക്കാം. നിന്നെ അവന് താല്പര്യമുണ്ടെങ്കിൽ, നീയുമായി അവന് ഉടനീളം ജീവിക്കണമെന്നൊരു ആഗ്രഹം ഒരു ചെറിയ തോതിലെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഇമാതിരി ചെയ്തെല്ലാം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലാസ്റ്റ് പറയണതും കൂടെ കേൾക്കാം. എനിക്ക് സത്യത്തെ ചിരിയാണ് വരുന്നത്. പിന്നെ ഇനി അവൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ ഉടനെ മാത്രം അതൊക്കെ എന്നേ ആളുകൾ മറക്കും. ഏറ്റവും കൂടുതൽ വൃത്തികേടായിക്കൊണ്ടിരിക്കുന്ന നീയാണ്. നിങ്ങൾ തമ്മിൽ തിരിഞ്ഞു, ഫിനിഷ്, സെപ്പറേറ്റഡ് ആയി, കറക്റ്റ്, അത്രയേ ഉള്ളൂ. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം ടിറ്റ് ഫോർ ടാറ്റ്.
പണ്ടൊക്കെയാണ് അടുത്ത ജന്മം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല, കൂടെ അങ്ങോട്ട് തരും. ഇപ്പോൾ അവിടുത്തെ കണക്ക് പുസ്തകം ഭയങ്കര സ്പീഡാണ്, പെട്ടെന്നാണ് അതിൻ്റെ ഒരു റിസൾട്ട് വരിക. അതാണ് ഇപ്പം നിനക്ക് കിട്ടിയ ഈ ഒരു മറുപടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീ ഇത് അർഹിക്കുന്ന സാധനം വാങ്ങി അങ്ങോട്ട് പെട്ടിക്കകത്ത് വെച്ചേക്കാം. ഇവക്ക് വേണ്ടി വായ്ത്താളം അടിക്കുകയും ഇവളെ സപ്പോർട്ട് ചെയ്യുകയും അവൻ കുഴപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന എല്ലാ പൊതുവിജ്ഞാന കേന്ദ്രങ്ങൾക്കും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവൾ ചെയ്തതിനുള്ള പ്രതിഫലമാണ് അവളിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഉള്ള വില കൂടെ കളയാതിരിക്കുക. കാരണം ഇതിനെ ഇനി ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, ചതിച്ചിയാണ് എന്നൊരിക്കൽ തെളിയിച്ചതാണ്. ആ പയ്യന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ട്, അവൻ ഒരു ഭ്രാന്തനല്ലാത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ട്. സത്യത്തിൽ തൊപ്പി എന്ന വ്യക്തി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയത് നീ എന്ന വ്യക്തി വന്ന് അവനെ തേച്ചിട്ട് പോയപ്പോഴാണ്. നല്ല ഫസ്റ്റ് ക്ലാസ് തേപ്പായിരുന്നു തേച്ചത്. തൊപ്പി നല്ലവനാണ്, തൊപ്പിയെ നീ കെട്ടിയേ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ പറയത്തില്ല. പക്ഷേ ഒരാൾക്കൊരു പ്രതീക്ഷ കൊടുത്ത് അയാൾക്കൊപ്പം നടന്ന് പല ഇൻ്റർവ്യൂകളിൽ പോലും വന്നിരുന്നു കൊണ്ട് കൊണവധിയാരം പറഞ്ഞ ശേഷം അവൻ കൊള്ളത്തില്ല, ഞാൻ അവനെ വിട്ടിറങ്ങുന്നു എന്ന് പറയുമ്പം നിനക്ക് അത്രയേ ഉള്ളൂ മൂല്യം എന്നുള്ളതാണ്. ഇത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.